Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. Today we are going to begin the fourth module, which is Human Resource Management. In this fourth module, we will be discussing about another functional area of management, that is Human Resource Management. Human Resource Management is the planning, organizing, directing and controlling of the procurement, development, compensation, integration, maintenance and separation of human resources to the end that individuals, organizational and social objectives are accomplished. അപ്പോൾ ഈ ഒരു ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അഥവാ പേഴ്സണൽ മാനേജ്മെൻറ്റ്, ഒരു ഓർഗനൈസേഷനിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന പേഴ്സണൽസിലെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്, അഥവാ എങ്ങനെ അവരുടെ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുക, എങ്ങനെ ഓർഗനൈസ് ചെയ്യണം, ഡയറക്റ്റ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഹ്യൂമൻ റിസോഴ്സുമായി റിലേറ്റ് ചെയ്തേക്കുന്ന ആക്ടിവിറ്റീസ്. അവരെ പുതിയ സ്റ്റാഫിനെ പ്രൊക്യൂർ ചെയ്യണം, അവർക്ക് ആവശ്യമായ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യണം, അവർക്ക് ആവശ്യമായ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യണം, ഇൻ്റഗ്രേഷൻ ആക്ടിവിറ്റീസ് ചെയ്യണം. അത്തരത്തിൽ ഒരു ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റുമായി എല്ലാവിധ കാര്യങ്ങളിലെയും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മറ്റേതൊരു ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് പോലെ തന്നെ ഇൻഡിവിജ്വൽ, ഓർഗനൈസേഷൻ ആൻഡ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ. The National Institute of Personnel Management of India has defined human resource management as that part of management which is concerned with people at work and with their relationship within an enterprise. So, according to National Institute of Personnel Management, human resource management എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സിനെ അവരുമായിട്ടുള്ള ആ ഒരു ഹ്യൂമൻ റിസോഴ്സും അല്ലെങ്കിൽ ആ ഒരു വർക്കേഴ്സും എൻ്റർപ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പും എല്ലാം മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. Now let us see what are the characteristics of human resource management. People as human capital. The notation that people should be regarded as assets rather than variable cost, in other words, treated as human capital, holds that human resources are valuable and a source of competitive advantage. ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും വാല്യൂബിൾ ആയ ഒരു റിസോഴ്സാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. കാരണം ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജ് കൊണ്ടുവരാനായിട്ട്, കാരണം ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള റിസോഴ്സാണ്. ഹ്യൂമൻ റിസോഴ്സ് എപ്പോഴും ഡിഫറൻ്റ് ആയിരിക്കും, എല്ലാ ഓർഗനൈസേഷനും ഒരേപോലെ ആയിരിക്കില്ല. ഒരു ഇൻഡിവിജ്വൽ പേഴ്സൻ്റെ കേപ്പബിലിറ്റി എല്ലാം മറ്റൊരു ഇൻഡിവിജ്വൽ പേഴ്സൺ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഡൈവേഴ്സ് ആയിട്ടൊരു റിസോഴ്സാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജ് കൊണ്ടുവരാൻ, മറ്റ് കോമ്പറ്റേറ്റേഴ്സിൽ നിന്നും കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആയി ഫംഗ്ഷൻ ചെയ്യാൻ ഒരു ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിസോഴ്സാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് എ ഹ്യൂമൻ ക്യാപിറ്റൽ. ഒരു വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് കമ്പനിക്ക് ഉണ്ടാകുന്ന ഒരു ചെലവ് എന്ന രീതിയിലല്ല ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇറ്റ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് എ ഹ്യൂമൻ ക്യാപിറ്റൽ. ഇറ്റ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് ആൻ അസറ്റ്. Human resource management as a management driven activity. The HRM can be described as a central senior management driven strategic activity which is developed, owned and delivered by management as a whole to promote the interest of the organization that they serve. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഡ്രിവൻ ആക്ടിവിറ്റിയാണ്. കൃത്യമായിട്ടുള്ള ലെവലിൽ എങ്ങനെ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാം, എത്രത്തോളം റിസോഴ്സിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്, എങ്ങനെ ഹ്യൂമൻ റിസോഴ്സിനെ പ്രൊക്യൂർ ചെയ്യണം, അവരുടെ ആവശ്യമായ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്, ഇത്തരം കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കുന്നത് സീനിയർ മാനേജ്മെൻ്റ് ആണ്. കാരണം ഒരു ഓർഗനൈസേഷനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ടോപ്പ് ലെവൽ മാനേജേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സംബന്ധമായ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. Focus on business values. The concept of HRM is largely based on management and business oriented philosophies. It is concerned with the total interest of the organization. The interest of the members of the organization are recognized but subordinated to those of the enterprise. ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഫിലോസഫീസിനെ ബേസ് ചെയ്തുകൊണ്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്.
ഒരു ഓർഗനൈസേഷൻ്റെ ടോട്ടൽ ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് നൽകുന്നത്. മെമ്പേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമെങ്കിലും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മൾ ആ ഹോൾ ഓർഗനൈസേഷൻ്റെ ടോട്ടൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സിനായിരിക്കും. Pervasive function. Human resource management is inherent in all organization at all levels. ഏത് തരത്തിലെ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും സ്മോൾ സ്കെയിൽ ആണെങ്കിലും ലാർജ് സ്കെയിൽ ആണെങ്കിലും ഒരു ഇൻഹെറൻറ്റ് ഫംഗ്ഷൻ ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനും നിലനിൽപ്പുണ്ടാവില്ല ഏത് ലെവൽസിലേക്ക്. കാരണം ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ലെവൽസിലും ഏറ്റവും അത്യാവശ്യകരമായ ഒരു ഫംഗ്ഷനാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ. It is continuous process. Human resource management requires a constant alertness and awareness of human relations and their importance in everyday operation. It is a continuous function. Human resource management എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. വൺസ് ഒരു ഓർഗനൈസേഷൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ അല്ല ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് എല്ലാ സമയത്തും ഹ്യൂമൻ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, കൃത്യമായിട്ടുള്ള രീതിയിൽ അത് മോണിറ്റർ ചെയ്യുകയും അതിനാവശ്യകരമായ ചേഞ്ചസ് വരുത്തുന്ന ഒരു സിസ്റ്റമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ വരെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. Science as well as art. Handling people is the most creative art as well as science. Human resource is a science as it contains an organized body of knowledge consisting of principles and techniques. It is also an art because it involves application of theoretical knowledge to the problems of ഹ്യൂമൻ റിസോഴ്സസ്. മറ്റ് ഏതൊരു മാനേജ്മെന്റ് എന്നതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സയൻസ് ആസ് വെൽ ആസ് ആൻ ആർട്ട്. എന്തുകൊണ്ടാണ് സയൻസ് എന്ന് പറയുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് ആൻ ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജ്. പല സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസും ഫിലോസഫീസും ഫോളോ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഒരു ആർട്ട് എന്ന് പറയുന്നത്? കൃത്യമായ രീതിയിൽ ഹ്യൂമൻ റിസോഴ്സ് പ്രോബ്ലംസ് വരുമ്പോൾ ഈ നോളജിനെ എല്ലാം തിയററ്റിക്കലി അപ്ലൈ ചെയ്യുന്ന ഒരു ആർട്ട് കൂടെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. Future oriented. Human resource management is future oriented. It is concerned with helping an organization to achieve its objectives in the future by providing competent and well motivated employees. ഒരു ഓർഗനൈസേഷനിലേക്ക് നമ്മളൊരു എംപ്ലോയിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ആ ഒരു ഓർഗനൈസേഷന് ആ എംപ്ലോയി എത്രത്തോളം നാളത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിലായിരിക്കും ഒരു എംപ്ലോയി ഓർഗനൈസേഷന് ബെനിഫിഷ്യൽ ആയി തീരുക. അത് മാത്രമല്ല പ്രസന്റ് റിക്വയർമെന്റ്സിനെ മാത്രമല്ല സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, ഫോർ എ ലോങ് റൺ ഫ്യൂച്ചർ റിക്വയർമെന്റ്സും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എല്ലാ ആക്ടിവിറ്റീസും കണ്ടക്ട് ചെയ്യാനായിട്ട്. ചലഞ്ചിങ് ഫംഗ്ഷൻ. Managing a human resource is challenging job due to the dynamic nature of people. People having a sentiment and emotions so that they cannot be treated like machines. So, it is necessary to handle them tactfully. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് ഫംഗ്ഷൻ ആണ്. എന്തുകൊണ്ടാണ് ചലഞ്ചിങ് ഫംഗ്ഷൻ ആവുന്നത്? മറ്റൊരു ഏത് റിസോഴ്സും പോലെയല്ല, ഇറ്റ് ഇസ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് നേച്ചറുള്ള ഒരു കണ്ടന്റ് ആണ്. നമുക്ക് എല്ലാ ആൾക്കാരും ഒരേപോലെ ആയിരിക്കണം എന്നില്ല, എല്ലാ ആൾക്കാരെയും ഒരേപോലെ മാനേജ് ചെയ്യുകയും വേണം ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാൻ. സോ ഓരോ ആൾക്കാർക്കും അവരുടേതായ സെന്റിമെന്റ്സും ഇമോഷൻസും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഒരു തീരുമാനം എടുക്കുമ്പോൾ എല്ലാ ആൾക്കാരുടെയും സെന്റിമെന്റ്സും ഇമോഷൻസും എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ചലഞ്ചിങ് ഫംഗ്ഷൻ. സോ ഇറ്റ് ഈസ് എ വെരി ടാക്ട്ഫുൾ ആൻഡ് ചലഞ്ചിങ് ഫംഗ്ഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 4ാമത്തെ മൊഡ്യൂളായ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് നമ്മൾ കണ്ടു. പിന്നീട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പല ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. ഡിഫൈൻ HRM ആൻഡ് എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് HRM എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസ്ണിംഗ്. ഹാവ് എ നൈസ് ഡേ.